ഗൈസ്, അപ്പോൾ നമുക്കിതൊരു മെഹന്തി കോമ്പറ്റീഷന് പോകുന്ന വീഡിയോ കണ്ടാലോ? ഞാനും പാത്തും കൂടെ ഉണ്ട് പോയിട്ടുണ്ടായിരുന്നത്. ചെന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞ പാടനെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബാഡ്ജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം ടൈം ഉണ്ടായതുകൊണ്ട് നമ്മൾ രണ്ടുപേരും അവിടെ അങ്ങനെ ഡ്രസ്സിൻ്റെ കളക്ഷൻസൊക്കെ നോക്കി കുറേ നേരം സംസാരിച്ചിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൂപ്പൺ കിട്ടി. വെറുതെ കിട്ടിയല്ലേ, ഞങ്ങൾ രണ്ടാളും അങ്ങ് പൂരിപ്പിച്ചിട്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. ഞങ്ങൾ വിചാരിച്ചിരുന്നു കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ. 100 ആൾക്കാരുള്ള കോമ്പറ്റീഷനായിരുന്നു ഗായ്സ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ബ്യൂട്ടി സിൽക്സിൻ്റെ പുത്തനത്താണി ബ്രാഞ്ചിലെ മെഹന്തി കോമ്പറ്റീഷന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ കൊല്ലം ഷാഫിക്ക, അതുപോലെ തന്നെ സെലീം കൊടുത്തൂര്, അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ പാട്ട്, ഡാൻസ്, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. നമ്മൾ മെഹന്തി കോമ്പറ്റീഷനിലായിരുന്നല്ലോ, അപ്പോൾ ഒന്നും കണ്ടില്ല. അങ്ങനെ 4 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ മെഹന്തി കോമ്പറ്റീഷൻ തുടങ്ങിയപ്പോൾ 5:30. ഞാനിവിടുന്ന് നോക്കിപ്പോയ ഡിസൈനും അവിടെ ചെന്നിട്ട് വരച്ച ഡിസൈനും എക്സാക്ട്ലി ഡിഫറെൻ്റ് ആയിരുന്നു. എന്തായാലും 1 അവറിനുള്ളിൽ ഒരു കൈയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.